Funsuponatime. 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 എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇത് Funsuponatime സീസൺ 3 സ്റ്റാർട്ടപ്പ് സ്റ്റാൻഡപ്പ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. Funsuponatime. Funsuponatime. Try till you succeed എന്നാണ്. നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നവരെയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പരിശ്രമങ്ങൾ നിങ്ങൾ വീഴ്ച വരുത്താതെ ഇരിക്കുക. Funsuponatime സീസൺ 3 സ്റ്റാൻഡപ്പ് കോമഡി ടൈറ്റിൽ വിന്നർ എന്ന ജയത്തിലേക്കുള്ള പരിശ്രമങ്ങളാണ് സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുകളായി നമ്മൾ ഓരോ എപ്പിസോഡുകളിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സീസണിന്റെ അവസാനം ഒരു തീർത്തും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെ നമുക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി പുതുമകൾ നിറഞ്ഞ ഒരു എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. Funsuponatime സീസൺ 3 വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ ഇവയൊക്കെയാണ്. Our first prize is 7 lakhs rupees. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നു പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽദോ വൈദ്യ സെന്റ് പോൾസ് ആയുർവേദ. ഇനി അലർജിയും ആസ്മയും മാറാരോഗമല്ല. Our second prize is 5 lakhs rupees sponsored by ICCS College of Engineering and Management, Thrissur. മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെയർമാൻ ചെയേഴ്സ്, സുന്ദരം സുദൃഢം സുഖകരം. Funsuponatime സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചധികം ചിരിയും എനർജിയും ഒക്കെ പകരുവാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ടീംസിനെ. ലെറ്റ്സ് വെൽക്കം ടീം രാംചിറാവ്. Let's welcome team Manarvatai. Funsuponatime സീസൺ 3യുടെ 2 സ്ട്രോങ് പില്ലേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറെ സ്നേഹം നൽകിക്കൊണ്ട് ക്ഷണിക്കാം രമേഷ്പിഷാരടി. നമ്മുടെ ഫേവറേറ്റ്, ദി മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയണം, നമ്മുടെ സ്വന്തം സലീമേട്ടൻ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ ജോയിൻ ചെയ്യുന്ന നമുക്ക് വളരെ വേണ്ടപ്പെട്ട മറ്റൊരു ഗസ്റ്റ് കൂടെയുണ്ട്. നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആയ 5 lakhs rupees നമുക്കറിയാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശ്ശൂരാണ്. അപ്പോൾ ICCS കോളേജിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കോളേജിന്റെ പ്രിൻസിപ്പൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ നിർമ്മൽ രാജ്. Most welcome. Thank you. നിർമ്മൽ രാജ് സർ കോളേജിന്റെ പ്രിൻസിപ്പൽ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് അല്ലെ, നമ്മുടെ കണ്ടസ്റ്റൻസ് വളരെയധികം ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. നമ്മുടെ സെക്കൻഡ് പ്രൈസ് 5 lakhs rupees ആണ് നമ്മൾ നൽകാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് സാർ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനെയുള്ള പല പരിപാടികളുടെയും ഒക്കെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത് കണ്ടുള്ളത് ഏതെങ്കിലും ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റോ ബിൽഡറോ ഒക്കെ ആയിരിക്കും. ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതുമായിട്ട് ഡയറക്റ്റ് യാതൊരു കണക്ഷനും ഇല്ലാത്ത സ്റ്റാൻഡപ്പ് കോമഡി മത്സരത്തിന് സമ്മാനം സ്പോൺസർ ചെയ്യുന്നു. അപ്പം എത്ര ദിവസം ആലോചിച്ചു വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പം? ഈ ഒരു തിരക്ക് കൂടിയ വേൾഡിൽ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ്. സോ ഇത്തരമുള്ള ഹ്യൂമർ സെൻസ് കൊടുക്കുന്ന സ്റ്റാൻഡ് അലോൺ കോമഡി ഷോന് സ്പോൺസർ ചെയ്യുന്നത് I would like to extend my heartfelt thanks to our management and our chairman, Dr. Sojan V. Avrachan sir, and our management. കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതെ, കോളേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എങ്കിലും ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ മാനേജ്മെന്റിനോടുള്ള നമ്മുടെ Funsuponatime ടീമിന്റെ ഒരു ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇത്തരത്തിൽ സ്പോൺസർ ചെയ്തതിന്. ആൻഡ് യു ആർ നോട്ട് എ മലയാളിയാ? No, I am from Marthandam border. തമിഴ്നാട് ബോർഡർ. ഇവിടെ ഒരു സ്പോൺസർ ഒരു സമ്മാനം കൊടുക്കുമ്പം നമ്മൾ സമൂഹത്തിലെ ചിരിക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞതുപോലെ സമൂഹത്തിലെ ഹ്യൂമറിന് വേണ്ടിയിട്ടാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവരെല്ലാം ഇത്രയും പരിശ്രമിക്കുമ്പോഴും ഓരോ തമാശ പറയുമ്പോഴും എല്ലാം ഇവർക്ക് ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായത്, ഇവർക്കൊരു ലക്ഷ്യമുണ്ടായത് ഈ സമ്മാനങ്ങൾ ഈ പരിപാടിയിലേക്ക് വന്നപ്പോഴാണ്.
So thank you for offering this offer. Thank you, sir. Thank you, sir. നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ കോളേജിന്റെ ICCS കോളേജിന്റെ ഒരു കോർപ്പറേറ്റ് വീഡിയോ ഒന്ന് കണ്ടാലോ? ICCS College of Engineering and Management, ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് മാനേജ്മെന്റിന്റെ കീഴിലായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിനൂതന പഠന സൗകര്യങ്ങൾ ഒരുക്കി ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. 2010 APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അഫിലിയേഷനോടെ തൃശൂർ മുപ്ലിയത്ത് പ്രവർത്തനം ആരംഭിച്ച ICCS കോളേജിന് AICTEയുടെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. Under BTech programs, we are offering computer science and engineering, civil engineering, and mechanical engineering. Under the diploma level program, we are offering electrical and electronics engineering, mechanical engineering, and civil engineering. തിയറി ക്ലാസുകൾക്കൊപ്പം സാങ്കേതികവും ശാസ്ത്രീയവുമായി മികവ് പുലർത്തുന്ന ലാബുകളും ലൈബ്രറിയും ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ വിജ്ഞാന വികസനത്തിന് പ്രാക്ടിക്കൽ സെഷനുകളും വലിയ and management. ഇന്നത്തെ എപ്പിസോഡില് പ്രിൻസിപ്പൽ സാർ മാത്രമല്ല ICCS കോളേജിന്റെ സ്റ്റുഡൻസും ഫാക്കൽറ്റീസും പ്രൊഫസേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. മോസ്റ്റ് വെൽക്കം. സാർ ഒരുപാട് സന്തോഷം. ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാവുമല്ലോ അല്ലേ? റൗണ്ടിലേക്ക് നമ്മളുടെ കടക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വീഡിയോ വാളിലേക്ക് നോക്കൂ. സലീമേട്ടന്റെ കൂടെ ഒരു താരസുന്ദരി നിൽക്കുന്നത് കാണാം. ആരാണ് സുന്ദരി എന്നാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ടീം രാംജി റാവു ബസ് പ്രസ് ചെയ്തിട്ടുണ്ട്. പറയൂ. പ്രിയ വാര്യർ. പ്രിയ വാര്യർ. പ്രിയ വാര്യർ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അല്ല, ഉത്തരം താരസുന്ദരി സണ്ണി ലിയോണിയാണ് ഉത്തരം. ഈ കണ്ട സ്റ്റിൽ ഒരു സിനിമയിലെ രംഗമല്ല അത്. അതാണ്, ഇതൊരു പഞ്ചാബി കല്യാണത്തിന്റെ സംഭവമാണ്. ഗോവയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. നമുക്ക് കോടിക്കണക്കിന് രൂപ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇവരെല്ലാ ബന്ധുക്കളും റൂം എടുത്തിട്ട് അവിടെ ഒന്ന് അടിച്ച് പൊളിയാണ്. അപ്പൊ ആ ഷൂട്ടിങ്, ഞങ്ങളുടെ ഷൂട്ടിങ് സണ്ണി ലിയോണിലുള്ള സിനിമ തന്നെയാണ്. ഷൂട്ടിങ് ആ ഹോട്ടലിലാണ്. അപ്പൊ ഈ ഹോട്ടലിൽ സമയത്ത് ഈ വരനും വധുവും കൂടി വരുന്ന സമയത്ത് ഞാൻ അതിക്ക് മുമ്പ് പരിചയമായി. ഇവര് ഡെയിലി കണ്ട് അപ്പൊ ഇവർക്ക് ഞാൻ ആരാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു മലയാളത്തിലെ നടനാണ്, കേരളത്തിലൊരു നടനാണെന്ന് പറഞ്ഞപ്പോ ഓക്കെ കേരളക്ക അമിതാഭ് ബച്ചൻ ഡാൻസ് ചെയ്യായിരുന്നു. ഈ വരനും വധുവും വരുമ്പോ ഈ പഞ്ചാബികളെ കൂടി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് കേരളക്ക അമിതാഭ് ബച്ചൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ച് ഇറക്കിയിട്ടു. അപ്പോ ഞാൻ ഈ സണ്ണി ലിയോണിനെ ഞാൻ കൊണ്ട് വലിച്ച് ഞാനും ഇട്ടു. അങ്ങനെ ഡാൻസ് കളിച്ച് അതിനിടയിൽ ഉള്ള സംഭവമാണിത്. എങ്ങനെ ഈ സ്റ്റിൽ അങ്ങനെ എനിക്കറിയില്ല. ആ സ്റ്റിൽ എങ്ങനെ ഒന്നും എനിക്കറിയില്ല. ശരി, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സലീമേട്ടൻ പറഞ്ഞ ഹിറ്റ് ഡയലോഗ്സുകളിൽ ഒന്ന് വീഡിയോ വാളിൽ കാണിക്കും. അതിലെ വിട്ടുപോയ വാക്ക് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ക്ലിയർ? നോക്കാം. എന്റെ ഡാഷ് വരെ നനഞ്ഞു പോയല്ലോ. രാംജി റാവുവാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഉത്തരം പറയൂ. മാതൃഭൂമി. മാതൃഭൂമി. നമുക്ക് നോക്കാം ശരിയോ തെറ്റോ എന്ന്. മാതൃഭൂമി വരെ നനഞ്ഞു പോയല്ലോ. ഉത്തരം കറക്റ്റ് ആണ്. അടിപൊളിയായിട്ട് സൂപ്പർ. സലീമേട്ടന്റെ കരിയറിൽ ഒരു
ടേണിംഗ് പോയിന്റ് ആയ അല്ലെങ്കിൽ ഒരു വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നതാണ് ആദാമിന്റെ മകൻ അബു എന്നുള്ള ചിത്രം. അതിൽ സലീമേട്ടന് ലഭിച്ച പുരസ്കാരങ്ങൾ. എങ്ങനെയാണ് ആ ചിത്രത്തിലേക്ക്, ആ പ്രോജക്റ്റിലേക്ക് എത്തിയത്? വരിക്കാശ്ശേരി മനയിൽ ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ മുറ്റത്തിരിക്കുമ്പോൾ ഒരു വൈകുന്നേരം ഒരു സന്ധ്യ സമയം ആയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് വലിയ പരിചയമില്ലാത്ത ഒരാൾ വരികയാണ്. എൻ്റെ പേര് സലീമാവുമെന്നാണ്. ഞാൻ അങ്ങനെ വന്നത്, ഇങ്ങനെ ഒരു പടം ഹീറോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഥ കേട്ടു. കഥ കേട്ടപ്പോൾ കഥ നല്ല കഥയായിട്ട് എനിക്ക് തോന്നി, നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ആ ആദാമിൻ്റെ മകൻ അബുവിലേക്ക് കയറുന്നത്. ഒരു നാഷണൽ അവാർഡ് ലഭിക്കും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു തോന്നൽ എപ്പോഴേലും ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇതിനൊരു പുരസ്കാരം ലഭിക്കും അങ്ങനെ എന്തെങ്കിലും? അത് അതിനല്ല, ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടത്തിനും എനിക്ക് നാഷണൽ അവാർഡ് ലഭിക്കും എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാപ്പോഴും ആഗ്രഹിക്കും നമ്മുടെ പേര് വന്നോന്ന്. ഒരു കാലം വരെയൊക്കെ അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവാർഡ് വാങ്ങണം, എന്ത് അവാർഡായാലും ശരി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡായാലും ശരി, അത് കിട്ടുന്നവരേ ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ഉണ്ടായെന്നുള്ളൂ. പിന്നെ നമ്മൾ നാളെ നോർമൽ മനുഷ്യനാവുന്നു. അതാണ് കാമുകിയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം. കാമുകി എങ്ങനെയെങ്കിലും ഉള്ള സ്വന്തമാക്കണം. സ്വന്തമാക്കി കഴിഞ്ഞാലോ ഇതുണ്ടായുള്ളൂ. നമ്മൾ എന്ത് കാര്യം അതാണ്. സ്വന്തമാക്കി കഴിയുമ്പോഴാണ് ഇതിലും വലുത് ഒന്ന് മാർക്കറ്റിൽ കിട്ടാണെന്ന് അറിയണത്. അപ്പൊ എല്ലാ കാര്യവും അത്രേ ഉള്ളൂ. അവാർഡിന്റെ കാര്യം അത്രേ ഉള്ളൂ. കിട്ടുന്നവരേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഈ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സലീമേട്ടൻ വില്ലൻ വേഷത്തിൽ അഭിനയിച്ച ഒരു ചിത്രത്തിലെ ഡയലോഗ് നമ്മൾ വീഡിയോ വാളിൽ കാണിക്കും. ആ സിനിമ ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. നീ ഇട്ടിരിക്കുന്ന കാക്കിയും ഉണ്ണുന്ന ചോറും എന്നെ പോലുള്ളവരുടെ വിയർപ്പ. ടീം മാന്നാർ മത്തായി ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. അഞ്ജലി, ഉത്തരം പറയൂ. ഫയർമാൻ. ഫയർമാൻ എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്ന്. Yes, fireman. Very good, very good. Good answering. സലിമേട്ട ഒരു 4 സിനിമയോളം ഡയറക്റ്റ് ചെയ്തു അല്ലേ? 3 അതില് 2 അത്യാവശ്യം സീരിയസും പിന്നെ 1 കോമഡി ആയിട്ടായിരുന്നു ചെയ്തത്. അപ്പൊ ഇനി ഇങ്ങനെ കോമഡി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആയിട്ട് ഉദ്ദേശമുണ്ട്? അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആരെ വെച്ചിട്ട് ചെയ്യാനാണ് സാറ് വിചാരിക്കുന്നത്? ഏതെങ്കിലും പ്രൊഡ്യൂസറെ വെച്ചിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം ഇത് 3 തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അതെ, ഒരു പ്രൊഡ്യൂസറെ ബുദ്ധിമുട്ടിച്ചില്ല, തന്നെ പ്രൊഡ്യൂസ് ചെയ്തു, കളയാവുന്നിടത്തോളം പൈസ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് വേറെ പ്രൊഡ്യൂസറെ വെക്കുന്നത്. ഇതിനിടയിൽ ഇനി ആരെ വെച്ച് ചെയ്യാനാ മോഹം എന്ന് പറഞ്ഞല്ലോ, അതിലൊരു ചെറിയ പരസ്യം കയറ്റാം. അപ്പം ഞാനൊരു സലീമേട്ടന്റെ അടിമയാണ്, എന്ത് വേണേ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത പടം നിന്നെ ഹീറോ ആയിട്ട് ചെയ്യാൻ പോവാണ്. അതെ, എന്നെ ഹീറോ ആയിട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് എതിർക്കാനൊന്നും പറ്റൂല. ഞാൻ ശരി എന്ന് പറഞ്ഞു. സലീമേട്ടന്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ അന്ന് കാവ്യമാധവൻ വന്നു, അതിന്റെ വലിയ പൂജയൊക്കെ നടത്തി. അപ്പൊ സലീമേട്ടനാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ഒരു 6 മാസം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടിട്ടേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എന്നെ ആദ്യം ഡയറക്ടർ ലാൽ ജോസ് വിളിച്ചു, എടാ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇത്ര ആഗ്രഹമായിട്ട് നിൽക്കണോ? ഞാൻ പറഞ്ഞു അല്ലേട്ടാ, സലീമേട്ടൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവനോട് പറഞ്ഞു നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ സലീമേട്ടനോട് ചെയ്യണ്ടെന്ന് പറ. അതിനാർക്കും പറ്റിയില്ല, എന്നോട് ഇതിന് പറ്റൂലെന്ന് പറയണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിറ്റേ ദിവസം ദിലീപേട്ടൻ വിളിച്ചു, എടാ അവനാകെ വയ്യാതിരിക്കുന്നതല്ലേ, നീ ഈ സമയത്ത് പോയിട്ട് അവന്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ് ഈ ചെയ്യുന്നത് ശരിയാണോ? അവനൊരു 6 മാസം റെസ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഞാൻ എന്ത് ചെയ്യാനാ, എന്നെ വിളിക്കാനായിട്ട് ഞാൻ സലീമേട്ടനെ വിളിച്ചു, ചേട്ടാ എന്നെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും വിളിച്ചിട്ട് ഇതൊന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ പിന്മാറാൻ ഞാൻ വേറെ ആളെ വെച്ച് പടം ചെയ്തു വെച്ചിട്ട് ചെയ്തെന്ന് അത് കുറച്ച് നാൾ കഴിഞ്ഞു ഷൂട്ട് ചെയ്തു. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അത് റീറൈറ്റ് ചെയ്തിട്ട് ജയറാമേട്ടനെ വെച്ച് പടം ചെയ്തു. പക്ഷെ വെറുതെ ആരെ വെച്ച് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഒരു കഥ ഞാൻ പറഞ്ഞതാ. എന്നെ ഒരു 3 മാസം വെറുതെ ഹീറോ ആക്കി നാട്ടുകാരുടെ ചീത്തവിളി കേൾപ്പിച്ചു. ടീം മാന്നാർ മത്തയിൽ നിന്നാണ് ഇന്നത്തെ ആദ്യത്തെ പെർഫോമർ എത്തുന്നത്. അഞ്ജലി, നിങ്ങളുടെ ടീമിൽ നിന്നും ആരാണ് കോട്ടിടുന്നത്? ഇന്ന് ഞങ്ങളുടെ ടീമിൽ നിന്ന് കോട്ടിടാൻ പോകുന്നത് ഞങ്ങളുടെ അനൂപേട്ടനാണ്. Yes, let's welcome Anup Raghavan. സലീമേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അവൻ്റെ കണ്ടന്റിന് വേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കും. ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെ
ഞാനും കണ്ടന്റിനു വേണ്ടി ഉള്ള കണ്ടത്തിലും തോട്ടിലും കുളത്തിലൊക്കെ ചെന്നു. സത്യം പറയാലോ രമേശേട്ടാ, പിടിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടന്റിന് വേണ്ടി വന്നാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, നിന്റെ വേഷം കെട്ട് നിന്റെ വീട്ടിൽ മതിയെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ നാട്ടുകാർക്കൊക്കെ നമ്മുടെ സലിം ചേട്ടൻ പറഞ്ഞ പോലെ ചേഞ്ച് വേണോ അത്രേ, ചേഞ്ച് കൊടുക്കാം. അങ്ങനെ ഒരു വെറൈറ്റി കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അനുബ്രാഹവൻ. ഞാൻ എറണാകുളം ജില്ലയിലെ കുമ്പളം എന്നുള്ള സ്ഥലത്തു നിന്ന് വരുന്നു. മഹാബലി ഭരിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ 4 കൊല്ലം മുമ്പ് ബാഹുബലി വന്നു. നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. പക്ഷേ ഇപ്പൊ ഒരു ബലി വന്നിട്ടുണ്ട്, നരബലി. അത് നമ്മളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. കാരണം എന്താ? അത് അന്ധവിശ്വാസത്തിന്റെ പേരില്ല. അങ്ങനെ അന്ധവിശ്വാസിയായ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും മേളിലോട്ട് പോകില്ലെന്നും പറഞ്ഞ് പിടിവാശി പിടിച്ചിരിക്കുന്ന എൻ്റെ ഒരു അമ്മുമ്മയുണ്ട്. എൻ്റെ അമ്മുമ്മ കാവോമ്മ. ഈ കാവോമ്മയുടെ മകൻ തികഞ്ഞ ലക്ഷണമൊത്ത ഒരു അന്ധവിശ്വാസിയാ. ഏതോ കൂതറ സ്വാമിയെ എൻ്റെ അമ്മാവോട് പറഞ്ഞേ, കോഴീനെ കുരുതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സമ്പത്തും ആയുസ്സും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പറമ്പിൽ പെറുക്കി നടന്ന കോഴിയാ. അതിനെ ഓടിച്ചിട്ട് അമ്മാവൻ പെരപ്പുറത്ത് കയറ്റി. അമ്മാവനെ രക്ഷപ്പെടുത്താനാണോ കോഴിക്ക് രക്ഷപ്പെടുത്താനെന്നറിയില്ല, കോഴി ഇറങ്ങി പാരപ്പറ്റിലോട്ട് ഇരുന്ന്. ഒരു പാരച്ചെട്ടും ഇല്ലാതെ അമ്മാവനും ഇറങ്ങി പാരപ്പറ്റിലോട്ട്. കോഴിക്ക് പാരച്ചുണ്ട് ആവശ്യമുണ്ടാ? കോഴി പറന്നും പോയി, അമ്മാവൻ താഴെ വീണ് അമ്മാവൻ പടവായി. ഇപ്പോഴും കോഴി കൊത്തിപ്പെറുക്കി നടപ്പുണ്ട്, വൈകുന്നേരം മുട്ടയിടുന്നുണ്ട്. അങ്ങനെ കൊത്തിപ്പെറുക്കി പെറുക്കി പെറുക്കി അവസാനം അമ്മാവന്റെ ഫോട്ടോയുടെ അകത്ത് വരുമ്പോ ഈ കോഴി ഒരു കാർക്കിച്ച് തുപ്പ എന്ന് പറയാ. തിലഞ്ചേട്ടൻ പറവല്ല, ഊവാ ഊവാ വല്ല കാര്യം ഉണ്ടാവുന്ന ഓർത്താണ് ഒരു കൊക്കണ ഇപ്പ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് കാണുമ്പോൾ എനിക്കും അമ്മായിക്കൊക്കെ ഒരു സംശയം, ഈ കോഴി എങ്ങാനും അമ്മാവനെ കുരുതി കൊടുക്കാൻ വേണ്ടി ഈ സാമീനെ പോയി കണ്ടാന്ന്. ഈ കോഴീനെ കുരുതി കൊടുത്താലേ നമുക്ക് സമ്പത്ത് കിട്ടുമെന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ലഭിക്കേണ്ടത് കോഴിക്കച്ചവടക്കാരല്ലേ? എന്തോരം കോഴിയാണ് അവർ കുരുതി കൊടുക്കണ. അമ്മാവനൊരു കോഴിക്കച്ചവടം ഇട്ടാൽ പോരാ, ഞാൻ സമ്പത്തും കിട്ടാം, ചിക്കൻ വലിക്കുകയും ചെയ്യായിരുന്നു, നല്ല കാശും കിട്ടിയാനെ. വെറുതെ പടായി. അങ്ങനെ അമ്മാവൻ മരിച്ച ശേഷം എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു കാക്ക വരാൻ തുടങ്ങി. ഈ കാക്കനെ കാണുമ്പോൾ എൻ്റെ കാവു അമ്മയ്ക്ക് ഒരു സംശയം, ഇതെൻ്റെ മകൻ്റെ പുനർജന്മം തന്നെ. ദൈവമേ, എങ്ങനെ നടന്നേച്ച എൻ്റെ ചെറുക്കനാണ്. ഇപ്പൊ ഇരിക്കണ ഇരിപ്പ് വേണ്ട, കൊക്കും ചുണ്ടും ചിറകൊക്കെ വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടാടാ ആ കോഴിയുടെ പുറകെ പോകേണ്ട കാര്യം. എന്തായാലും നമുക്കൊരു ചാൻസ് കിട്ടിയൊക്കെയാണ്. ഇനി നീ ഒരിക്കലും ലൈൻ കമ്പിയിലൊന്നും പോയിരിക്കല്ലേ, ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പണിയാവട്ടാന്ന്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ കാക്ക എൻ്റെ വീട്ടിൽ സ്ഥിരമായി. എവിടെ ഇരുന്ന് ചത്ത എലീനെയും അയലത്തലയും തന്നിരുന്ന കാക്ക ഇപ്പൊ എൻ്റെ വീട്ടിലെ കൊച്ചിനും കൊണ്ടുവന്ന കുറുക്കുറയും ലേസും അതുപോലെ കുഴിമന്തിയൊക്കെയാണ് കഴിക്കണം. ഏതൊരു മനുഷ്യനെയും നമ്മൾ ഒരാളായിട്ട് രൂപസാദൃശ്യം ചെയ്താൽ അയാളായി തീരും. ഇപ്പൊ എന്നെ തന്നെ പലരും ബിനീഷ് കൊടിയേരിയാന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കയറി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഡയാനേനെ ഉൾപ്പെടെ ദീപിക പതുക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളിന്ന് പതുങ്ങാണ്. എൻ്റെ പൊന്നടാവേ, നമ്മുടെ ഇരിക്കണ സുധൻ ചേട്ടനാ. എന്ത് പറയാനാണ്, വിട്ടേക്ക്, ആ കേസ് വിട്ടേക്ക്. അങ്ങനെ ഒരു കാര്യമില്ല പറഞ്ഞിട്ടേ. അങ്ങനെ ഈ അമ്മാവനിലോട്ട് ഈ കാക്ക മാറുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ എൻ്റെ തങ്കപ്പൻ അമ്മാവൻ്റെ ആറ്റിറ്റ്യൂഡ് കാക്ക കാണിക്കാൻ തുടങ്ങി. പറന്ന് വീട്ടിലോട്ട് കയറിക്കൊണ്ടിരുന്ന കാക്ക ഇപ്പോ ഞാൻ നോക്കുമ്പോ കിണ്ടിയിൽ കാല് മുക്കിയിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അമ്മാവനൊരു ആദ്യത്തുള്ള ആളായിരുന്നേ. അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ നമ്മുടെ കാക്ക എങ്ങനെ കുളിക്കണ, ഒന്നും അങ്ങോട്ട് തല താത്തിട്ട് ഒരു കൊട കുളി കഴിഞ്ഞ്. ഇപ്പൊ എന്താ ചെയ്യണ, വെളിച്ചെണ്ണ എടുത്തിട്ട് 2 കൊടയും കാക്കത് ഇതിങ്ങനെ വന്നു കുളിക്കാൻ വേണ്ടി. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ എൻ്റെ സുഹൃത്തുക്കളെ, ദിവാങ്കോട്ടിൽ കാക്ക 2 ചിറകും ഇങ്ങനെ വെച്ചിട്ട് കാലും നീട്ടി കിടക്കുക. ഞാൻ നോക്കുമ്പോ എൻ്റെ മകൻ കൊട്ടൻ ചുക്കാതിട്ട് തിരുമ്മി കൊടുക്കണം. അമ്മാവന് വാദം ഉണ്ടേ. ഇങ്ങനെ ഈ പുള്ളി ഇവിടെ കൂടിയൊക്കെയാ സുഹൃത്തുക്കളെ. ഒരു ദിവസം ഞാൻ വരുമ്പോ ഭയങ്കര പ്രശ്നം നടക്കുക. എന്തുവാ, കൊച്ചിന്റെ കണ്ണിട്ട് കാക്ക കുത്തിയേക്കാൻ. ഞാൻ പറഞ്ഞു, ഈ സാധനത്തിനെ കൊണ്ടുപോക്കോ ഇല്ല ഞാൻ ചുട്ടു തിന്നുമെന്ന് പറഞ്ഞു. അപ്പൊ പറയാ, എൻ്റെ പൊന്നുമോനെ, നീയും നിന്റെ ഭാര്യയും പണിക്ക് പോയല്ല, ഇവിടെ ഒരു മനുഷ്യനില്ല, ഞാൻ തങ്കപ്പനെ ഏൽപ്പിച്ചൊന്ന് കുളിക്കാൻ പോയതാ, കൊച്ചിന്റെ കണ്ണിട്ട് കുത്തി എന്ന് പറഞ്ഞ എന്തുവാ, കണ്ണിൽ കരട് പോയിട്ടേ തങ്കപ്പൻ എടുത്തതാ, അവന് കൈയില്ലല്ലോ ഒന്ന്. അങ്ങനെ ഈ കണ്ണീട്ട് കൊത്തിയോണ്ടാണെന്ന് അറിയാൻ പാടില്ല എൻ്റെ മോൻ കാണുമ്പോൾ കാക്കക്കിട്ട് കല്ലെറിയും. അങ്ങനെ അത് കൂടാതെ ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ കാക്കയുടെ ചിറകിലിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികളാണ് ഇവൻ ചെയ്യണത്. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, എടാ ഇങ്ങനെ ചെയ്യരുത്, നിന്റെ മുത്തച്ഛനെയാണ് നീ ചെയ്യണത്, നിനക്ക് ദോഷം കിട്ടൂട്ടാ, നിന്റെ അച്ഛനാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുവാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവൻ ചോദിക്കുക, അച്ഛാ എൻ്റെ മുത്തച്ഛൻ ബലിക്കാക്കയാണോ? അപ്പോൾ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ ആരാ? ഞാൻ പറഞ്ഞു മലയണ്ണൻ. നീ മിണ്ടിപ്പോരുത്. അവൻ്റെ സംശയം. അപ്പം ഞാൻ നേരെ അമ്മൂമ്മ ചോദിക്കുക, അമ്മൂമ്മ മരിക്കുമ്പോൾ ബലിക്കാക്കയാകണ്ട, ലവ് ബേഡ്സ് ആയാൽ മതി.
എനിക്ക് വേറെ വാങ്ങിക്കണ്ടല്ല, അച്ഛൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്നോട് കൊച്ചു പറയാ, അതേ മുത്തച്ഛന ആളത്ര വെടിപ്പല്ല, അപ്പുറത്ത് മറിയാമ്മ ചേച്ചിയുടെ ഈ ബാത്റൂമിൽ ഒരു ഒളിഞ്ഞു നോട്ടം ഉണ്ട്, ഈ ഒരു ചരിഞ്ഞു നോട്ടം, അതൊന്ന് ശ്രദ്ധിക്കണോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് തന്നെ സംഭവിച്ചു സുഹൃത്തുക്കളെ. ഒരു ദിവസം ഞാൻ വരുമ്പോൾ മറിയാമ്മ ചേച്ചി പരാതി പറയാമെന്ന് നിൽക്കാം. എൻ്റെ പൊന്നു കാവോമ്മേ, ഒന്ന് തങ്കപ്പച്ചനോട് പറയണം, പുള്ളി ആൻറ്റിച്ചേട്ടൻ എൻ്റെ ഭർത്താവ് ഭയങ്കര സംശയരോഗിയാണ്, ആര് നോക്കിയാലും പുള്ളിക്ക് സംശയമാണ്, ഈ തങ്കപ്പച്ചനോടൊന്ന് പറയണം, ദൈവത്തെ ഓർത്ത് എൻ്റെ കുടുംബം കലക്കരുതെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു സുഹൃത്തുക്കളെ. ഒരു ദിവസം തേന്മാവും കൊമ്പത്ത് സിനിമയിൽ ലാലേട്ടനെ കിട്ടിയിട്ടേക്കണ പോലെ നമ്മുടെ തങ്കപ്പൻ കാക്കേന 2 ചിറകും കാലും വലിച്ചു കെട്ടി ഇങ്ങനെ കിടക്കുവാ. ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, വല്ല കാര്യമുണ്ടാ, ഇപ്പം എങ്ങനെയുണ്ട്? നമ്മളൊക്കെ ആണുങ്ങളല്ലേ സേതുന്ന് തങ്കപ്പൻ കാക്ക പറയുക. അങ്ങനെ ഞാൻ ഒരു കണക്കിന് വിളിച്ചോണ്ട് പോന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഒരു കാക്ക ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ 4 കാക്ക. ഞാൻ ഓർത്തി തള്ള വല്ല കാക്ക ഫാമും തുടങ്ങാനുള്ള പരിപാടിയാണെന്ന്. ഒന്നുമല്ല. അപ്പൊ എന്തുവാ ഇപ്പൊ പറയണത് വെച്ചാൽ അമ്മമ്മ പറയണത്, എടാ അവനൊരു അന്തിക്കൂട്ട് വേണ്ടേ, അവനൊരു കുടുംബം വേണ്ടേ, നീ അത് നടത്തി കൊടുക്കണമെന്ന്. ഞാൻ നോക്കുമ്പോ ചുണ്ടിൽ ചുവപ്പ് മാറാത്ത 2 കുഞ്ഞു കാക്കയും ഒരു തള്ളക്കാക്കയും. എന്തുവാ സംഭവം എന്താണെന്നറിയോ? നമ്മുടെ വാത്തുരുത്തിൽ തമിഴ് കാക്കയുണ്ട്, ഷോക്കടിച്ച് മരിച്ച കാക്കയുടെ തള്ളയും 2 കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് വന്നേക്കണേണ്. ഇപ്പൊ ഞാൻ അതിനെ നോക്കണം, ഞാൻ അതിന് ചെലവ് കൊടുക്കണം. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ എന്തും പോട്ടെ എന്ന് സഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ കാവമ്മയുടെ വള കാണാനില്ല. നോക്കുമ്പോ എന്തുവാ, തങ്കപ്പൻ മാമ ഈ തങ്കപ്പൻ കാക്ക വള എടുത്തോണ്ട് അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞേ, ഞാനൊന്ന് ട്രാക്ക് മാറ്റി, ഏതായാലും ഇവർക്ക് തലക്ക് ഭ്രാന്താൻ, ചിലപ്പോ അമ്മുമ്മേ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും, അവര് കുടുംബമായിട്ട് കഴിയല്ലേ, കൊണ്ടുപോയി പണയം വെച്ച് കാര്യം നടത്തട്ടെ, 2 കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞു. കാക്കക്ക് എന്തിനാണ് വള? അപ്പൊ തങ്കപ്പനമ്മാവൻ, ഇത് തങ്കപ്പനല്ല പൊന്നപ്പനാണ്, അതുകൊണ്ടല്ലേ എൻ്റെ പൊന്നും കൊണ്ടുപോയെന്ന്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, സംഭവം വേറൊന്നുമല്ല, ഈ കാക്ക വിട്ടേക്കണ ഇവിടെ ഒന്നുമല്ല, ആന്ധ്ര തമിഴ്നാട് ലോബികളാണ്. ഇവര് നമ്മുടെ ബന്ധുക്കളായിട്ട് ഇതേപോലെ പലവരെ അഴയ്ക്കും. നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക, അവർക്ക് ആഭരണങ്ങളാണ് മുഖ്യം. അപ്പൊ വിശ്വാസം വേണം, അന്ധവിശ്വാസം പാടില്ല. താങ്ക് യു. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഞാൻ എന്താ നിങ്ങളുടെ കളിപ്പാവയോ കണ്ടന്റോ? എല്ലാരും അനീഷ് എല്ലാരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് എന്താണെന്നുള്ള കമന്റ്സ് അറിയാം. രമേശ് ഏട്ടാ, എനിക്ക് കുറച്ചു നേരത്തേക്ക് വി ഡി രായപ്പൻ ചേട്ടൻ ഓർമ്മ വന്നുപോയി. കാരണം ഈ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളും മൃഗങ്ങളിലും ട്രെയിനിലും ഒക്കെ വെച്ചിട്ട് കോമഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഈ രായപ്പൻ ചേട്ടൻ. ഒരു കാക്കയമേ പിടിച്ചിട്ട് കാക്കയ അമ്മാവനുമായിട്ടുള്ള ഒരുപാട് രസമുള്ള മുഹൂർത്തങ്ങൾ പറഞ്ഞു വന്നു. കുറച്ചുകൂടെ ചില സ്ഥലങ്ങൾ തമാശയായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പറയാമായിരുന്നു. ഇപ്പം കണ്ടൻ അന്വേഷിച്ച് ഞാൻ കണ്ടത്തിലും കുളത്തിലും ഒക്കെ പോയി പിടിക്കപ്പെട്ടു, നാട്ടുകാരെന്നോട് അപ്പം തന്നെ ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് എന്തിന് പിടിക്കപ്പെട്ടതാണ് എന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. അതിന് വേണമെങ്കിൽ കണ്ടന്റ് അന്വേഷിച്ച് ഞാൻ കണ്ടത്തിൽ പോയി കുളക്കടവിൽ വെച്ച് പിടിക്കപ്പെട്ടു എന്ന് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞാൽ ആ വിറ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു, ഗംഭീരമായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് അവതരിപ്പിച്ചു. കാക്കയെ പോലെ ഇത്ര ഐക്യമുള്ളൊരു ജീവി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. നിങ്ങൾ ഒരു പക്ഷേ കണ്ടു കാണില്ല. കറുത്ത ജൂതൻ എന്നൊരു സിനിമ ഞാൻ എഴുതി, അതിലൊരു മുഖ്യ കഥാപാത്രമാണ് കാക്ക. അങ്ങനെ എനിക്കറിയാവുന്ന ആളോട് പറഞ്ഞു, കാക്കനെ വേണം ഒരെണ്ണം. ഒരു കാക്കനെ ജീവനോട് കൂടെ വന്നിട്ട് എൻ്റെ ലവ് ബേഡ്സിൻ്റെ കൂടി കൊണ്ട് ഞാൻ ഇട്ടു. ഫുഡൊക്കെ വെച്ച് കൊടുത്തു, വെള്ളം വെച്ച് കൊടുത്തു ലവ് ബേഡ്സിൻ്റെ. പക്ഷെ ഇതൊന്നും കഴിക്കുന്നില്ല കാക്ക. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ വേറൊരു കാക്ക ഈ ലവ് ബേഡ്സിൻ്റെ കൂടിൻ്റെ പുറത്ത് നിന്നിട്ട് ഇതിൻ്റെ വായിലേക്ക് ഫുഡ് കൊണ്ട് കുത്തിക്കയറ്റാണ്. വായിലേക്ക് ഫുഡ് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. കണ്ണ് നനഞ്ഞു വെച്ചാൽ അതൊരു ഞാനായിരുന്നെങ്കിലോ ഒരു പക്ഷെ അതിൻ്റെ അമ്മയാവാം, അച്ഛനാവാം. അത് മനസ്സിലാക്കിയിട്ട് ആ ഫുഡ് ഇതിന്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഈ കൂടിന്റെ ഇടയിൽ കൂടി. അപ്പൊ തന്നെ ഞാൻ കൂട് തുറന്നിട്ടു വിട്ടു. പിന്നെ അത് ഞാൻ പറഞ്ഞു, അത് ഗ്രാഫിക്സ് ചെയ്യാം നമുക്ക്. അപ്പൊ അത്രക്ക് നമ്മളെ ചങ്ക് നടക്കുന്ന ഒരു ജീവിയാണ്. നല്ല കോമഡി ആയിരുന്നു. നല്ല രീതിയിൽ കാക്കയുടെ ഇതും കോറിലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. അനൂപ് രാഘവന് ഈ പെർഫോമൻസിന് എത്ര മാർക്സ് ലഭിക്കുന്നു എന്ന് നോക്കാം. രമേശ് ഏട്ടാ 50-ൽ 43. 43. തെളിവിക്കാം. 43.
43. അപ്പോൾ ടോട്ടൽ 86 മാർക്സ് ആണ്. അനൂപ് രാഘവന്റെ പെർഫോമൻസിന് ശേഷം അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എത്തുന്നത് ടീം രാംജി റാവുവിൽ നിന്നാണ്. നനു ആരാണ് നിങ്ങളുടെ ടീമിൽ നിന്നും കോട്ടിടുന്നത്? ഇന്ന് ഞങ്ങളുടെ ടീമിൽ നിന്ന് കോട്ടിടുന്നത് മുകേഷ് ഒയമാർ. മുകേഷ് ഒയമാർ, വെൽക്കം. രമേശ് ചേട്ടാ, സലീമേട്ടാ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഭൂലോക ഫ്രോഡിനെയാണ്. ജാലവിദ്യ കാണിച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കലി, ജാലകത്തിൻ്റെ ഇടയിലെ ഒളിഞ്ഞു നോക്കിയിട്ട് കുടുംബശ്രീ പെണ്ണുങ്ങൾ അടി മാസാമാസം സാലറി ആയിട്ട് കൈപ്പറ്റുന്ന ഒരു അൺലിമിറ്റഡ് ഭ്രാന്തൻ. പേര് തലയോട്ടി ഗോപാലൻ, മൈ ഫാമിലി മെമ്പർ, അതായത് എൻ്റെ വെല്ലിച്ചൻ. ദ വേൾഡ് ഡേഞ്ചർ ഓഫ് ദുർമന്ത്രവാദ. ഒറ്റ നോട്ടത്തിലുണ്ട് രമേശ് ചേട്ടാ, വെല്ലിച്ചനെ കണ്ടു കഴിഞ്ഞാൽ താടി മുടിയെല്ലാം നീട്ടി വളർത്തിയിട്ട് ഹിമാലയത്തുനിന്ന് 1 മാസത്തെ ലീവിന് വന്ന മഹർഷിനെ മാതിരി കയ്യിലും കാലിനും നഖോല നീണ്ടു വളർന്നിട്ട് കാണണം ഒരുമാതിരി അശോക് ലൈലന്റ് വേണ്ടിയിട്ട് ഗിയർ മാതിരിയാണുള്ളത്. വെല്ലിച്ചൻ ഏടാ ദുർമന്ത്രവാദത്തിന് പോകുന്ന സമയത്തും നരബലി നടത്തിയിട്ടേ വീട്ടിൽ നിന്ന് പോകും. അതായത് കക്കൂസിലെ ബക്കറ്റ് എടുത്തു കൊണ്ടിട്ട് അതിൽ ഡൈ കലക്കിയിട്ട് സെയിം കക്കൂസിലെ ബ്രഷ് എടുത്തിട്ട് തലയിലെ 2 സൈഡിലെ നരയിലെ കൂടി വലിച്ച് കർപ്പിച്ചിട്ടാണ് രമേശ് ചേട്ടാ പുറത്തു പോക്ക്. ഇതാണ് വെല്ലിച്ചന്റെ നരബലി. അതായത് ഒരു വേൾഡ് ജംഗിൾ ബുക്ക് റെക്കോർഡ് സാധനം. ഇത് ബോഡി ഷെയ്മിങ് അല്ല കേട്ടോ രമേശ് ചേട്ടാ, ഇത് ഓൾ ബോഡിക്കേ ഇത് ഷെയ്മിങ് ആണ്. വെല്ലിച്ചന് ഒരരുമ ശിഷ്യനുണ്ട്. ഓന്റെ പേരാണ് ശവപ്പെട്ടി ഭൈരവൻ. അതായത് വെല്ലിച്ചൻ വീട്ടിൽ വളർത്തുന്ന ഒരു ചാവാലിപ്പട്ടി. ഈ ഭൈരവന്റെ രൂപമെല്ലാം കാണണം നിങ്ങൾ. നടുവെല്ലാം പറഞ്ഞിട്ട് ഒരുമാതിരി കള്ള് ഷാപ്പിലെ ബെഞ്ച് മാതിരിയാണ് ഇവന്റെ രൂപം എന്ന് പറഞ്ഞാൽ. ഏടാ ദുർമന്ത്രവാദത്തിന് പോകുന്ന സമയത്തും ഇവനെയും കൂട്ടിയിട്ടേ വെല്ലിച്ചൻ പോവും. ഇവൻ ലീവില്ലാസാണ് എന്നെയും കൂട്ടിയിട്ട് പോലെ. ഇപ്പൊ ഏകദേശം വെല്ലിച്ചന്റെ ഒരു എനിമൽ പ്ലാനറ്റിംഗ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്നാ പിന്നെ നമുക്ക് ദുർമന്ത്രവാദത്തിലേക്ക് കടക്കാം. വെല്ലിച്ചന്റെ കയ്യിൽ ഒരു ഭസ്മുണ്ട് രമേശ് ചേട്ടാ, ഭയങ്കര ശക്തിയാണ് അതിന്. ഗോപാല കാട്ടുതീ ഭസ്മം. ഈ ഭസ്മം വെല്ലിച്ചൻ ദേഷ്യം വന്നാൽ മാത്രം എടുത്ത് പ്രയോഗിക്കൂ. അങ്ങനെ ഒരു പ്രാവശ്യം ദേഷ്യം വന്നിട്ട് മുകളിലോട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് വട്ടത്തിലെ അമ്പിളി മാമൻ കരിഞ്ഞിട്ട് തേങ്ങാപ്പൂള് പോലെ ആയിപ്പോയത്. ഇത് കണ്ടിട്ട് നാട്ടുകാരെല്ലാം കൂടിച്ച് വൈറ്റ് പേപ്പറിൽ ഒരു അപേക്ഷ എഴുതിയിട്ട് മുദ്ര കടലാസിൽ വെല്ലിച്ചന് സമർപ്പിച്ചു. എന്റെ പൊന്നു ഗോപാല മന്ത്രവാദി, നിങ്ങൾ ഒരു കാരണവശാൽ ഈ ഗോപാല കാട്ടുതീ ഭസ്മം എടുത്തിട്ട് മുകളിലേക്ക് എറിയാൻ വേണ്ടി പാടില്ല. നമുക്ക് ആകപ്പാടൊരു അമ്പിളി മാമനല്ലേ ഇല്ലൂ, അതിനെ കരിച്ചില്ലാണ്ടാക്കി കളയരുത് പ്ലീസ് എന്നുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് വെല്ലിച്ച മുകളിലേക്കുള്ള ഭസ്മം നിർത്തി. ഇല്ലെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കില്ല രമേശ് ചേട്ടാ. നിങ്ങൾ എന്ന് പറയുന്നത് നട്ടുച്ചക്കോട്ട നട്ടപ്രാന്ത് കളിയിട്ട് വെല്ലിച്ചൻ ഭസ്മം മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ കത്തിജനിക്കുന്ന സൂര്യൻ വരെ കരിഞ്ഞു പോകൂലേ, ഈ ഭൂമി തന്നെ അന്ധകാരത്തിലായി പോകൂലേ. നിങ്ങൾ ഈ ധാരാവി എന്ന് കേട്ടിട്ടേ, യഥാർത്ഥത്തിൽ ഈ ധാരാവിലത്തെ ചേരി ഉണ്ടല്ലോ എൻ്റെ വെല്ലിച്ചൻ ഭസ്മം എറിഞ്ഞിട്ട് ഒഴിപ്പിച്ചാണ്. ഇന്നതിൻ്റെ ക്രെഡിറ്റ് പല ആൾക്കാർ തട്ടിയെടുത്തിട്ടുണ്ട്. ആ വെല്ലിച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേതവാദം ഒഴിപ്പിക്കാന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന നല്ല ഉഷാറുള്ള ഒരു പൂവൻ കോയില്ലേ, അതിൻ്റെ നല്ല ലെഗ് പീസ് കടിച്ച് പറിച്ചു തിന്നുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം ഇടിമിന്നലിൻ്റെ ഒന്ന് സെൽഫി എടുത്ത് കരിക്കട്ടായ സുന്ദരൻ്റെ ആത്മാവിനെ ഒരു കുടുക്കയിലാക്കിയിട്ട് കുഴിച്ചിട്ടിട്ട് വരുന്ന സമയത്ത് നമ്മളെ കാഞ്ഞങ്ങാട് ജില്ലാ ആസ്പത്രിയിലെ വേക്കുന്ന വെല്ലിച്ചന ഒരു വടയക്ഷി വഴി തെറ്റിച്ച് ലാസ്റ്റ് വെല്ലിച്ചൻ നടത്തിയ രമേശ് ചേട്ടാ ചൊടലപ്പറമ്പിന്റെ വേക്കിലെ ബസ് സ്റ്റാൻഡ് രമണിയുടെ കുളിമുറിയിലുള്ളിൽ. ആ വകയിലിപ്പോ വെല്ലിച്ചന് +2 പഠിക്കുന്ന 2 പിള്ളേരുണ്ട്. ഒരിക്കലും വൈതെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് വെല്ലിച്ചൻ ഇപ്പൊ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടേ കേടി ഒഴിപ്പിക്കലിന് പോലു. ഇനിയിപ്പോ ആ ഗൂഗിൾ മാപ്പിന്റെ ഉള്ളിലത്തെ പെണ്ണുങ്ങ അപ്പോഴാണ് തന്നെ വെല്ലിച്ചനെ വൈതെറ്റിക്കുന്നത്. എന്റെ ഗൂഗിൾ മാതാവേ, നിങ്ങൾ എന്റെ കാത്തോളണേ. വെല്ലിച്ചനോട് ഞാൻ ചോദിച്ചു, വെല്ലിച്ച ഏടെയാണ് ഈ യക്ഷികൾ ഉണ്ടാല്? വെല്ലിച്ചൻ പറഞ്ഞ ഈടെ യക്ഷികൾ പാലയില് പനമരത്തില് പിന്നെ ചുടലപ്പറമ്പില്. അപ്പൊ കരിമ്പനയില് വെല്ലിച്ച കരിമ്പനയില് ജയനും സീമയും അല്ലടാ, തലച്ചോറ് ഉളുക്കിയ കോമൺവെൽത്ത് ഭ്രാന്താ എന്നാന്ന് വെല്ലിച്ചൻ എന്നോട് പറഞ്ഞു തരാമേ ചേട്ടാ. ഈ വെല്ലിച്ചന്റെ ഫാമിലി എന്ന് വെച്ചാല് വെല്ലുമ്മ, വെല്ലിച്ചൻ, മോൻ ഷിബു. ഈ ഷിബുവിന് എന്തെന്ന് പണി അറിയാ? ഓനൊരു വീഡിയോഗ്രാഫറാണ്. ഓന് പേടിയുണ്ട് അറിയങ്ങ കണ്ണൂർ സെൻട്രൽ ജയിലില്. എങ്ങനെ എത്തിയാറേണ്ടേ? എത്രയും പെട്ടെന്നൊന്നും ഇപ്പൊ അച്ഛ പിടിക്കാൻ വേണ്ടിട്ടൊന്ന് നീല പിടിച്ചു നോക്കിയതാണ് ആ വീഡിയോ റാസ്കല്. ഇപ്പൊ സെൻട്രൽ ജയിലിന്റെ അയ്യം പിടിച്ച് നിൽക്കാതെ സെൻട്രൽ ജയിലിൽ ഭ്രാന്തൻ. എന്റെ വെല്ലുമ്മേരെ സ്വഭാവം നിനക്കറിയാം രമേശ് ചേട്ടാ, റണ്ണിങ്ങിൽ ഊരിത്തരിച്ച ബസിന്റെ ടയർ പോലെയാണ്. നാട്ടിൽ കണ്ട എല്ലാ യക്ഷികളെയും എന്റെ വെളിച്ചു നോയിപ്പിക്കും. എന്നാ വെല്ലുമ്മ എന്നില്ല ഈ വടയക്ഷിനെ ഇതുവരെ വെളിച്ചു നോയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. വെല്ലിച്ചന്റെ വായിലത്തെ 32 വല്ലും അടിച്ചു കഴിച്ചത് എന്റെ വെല്ലുമ്മയാണ്. ഇപ്പൊ വെളിച്ചന്റെ വായി ആണെന്നുങ്ങ
കുട്ടൂസന്റെ ഗുഹ എന്നൊക്കെയാണുള്ളത്. ഈ വെല്ലിച്ചൻ പല്ലില്ലാത്തോണ്ട് ഒരു ഉപകാരം ഉണ്ടായി. എന്തെന്നറിയോ? വെല്ലുമ്പം കംപ്ലീറ്റ് കഴിച്ചില്ലേ, ആ പല്ലോണ്ടാണ് കവടി നിരത്തി നോക്കുന്നത്. ഇപ്പോൾ ന്യൂജൻ കാമുകിമാർക്ക് വേണ്ടിയിട്ട് വെല്ലിച്ചൻ ഒരു കഷായം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോപാല കാമുകാനന്ദ ഡിജിറ്റൽ കഷായം. ഇതിന്റെ ക്യാപ്ഷൻ എന്തെന്നറിയാം നിങ്ങൾക്ക്? കുടിപ്പിക്കുവിൻ പെട്ടിയിലാക്കുവിൻ. ഇത് സ്റ്റോക്ക് പരിമിതാണ്. ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ജ്യൂസും കൂടി ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ അനുകരണങ്ങളിലൊന്നും നിങ്ങൾ വഞ്ചിതരാവാൻ വേണ്ടി പാടില്ല കേട്ടോ. വെല്ലിച്ചന് സഹോദര സ്ഥാപനമൊന്നുമില്ല. എന്തിനു പറയുന്നത്? വെല്ലിച്ചന് സഹോദരങ്ങളേ ഇല്ല. വെല്ലിച്ചൻ ഒരു ദിവസം ഞാൻ എന്നെയും കൂട്ടിട്ട് കാർഗിൽ കുമാരേട്ടന്റെ വീട്ടിൽ ഒരു ഒഴിപ്പിക്കലിന് പോയി. ഒഴിപ്പിക്കൽ അറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രേതവാദമായിട്ട് ഒഴിപ്പിക്കാൻ പോയിന്ന്. അല്ല, ഓർ ലീവിന് വരുമ്പോ കൊണ്ടുവന്നേ 2 കുപ്പി സാധനം ഞാനും വെല്ലിച്ചനും കൂടി ഒഴിപ്പിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മളെ കോസാളിമുക്ക് വായനശാലന്റെ അടുക്ക എത്തുമ്പോണ്ട് ഒരുത്തൻ മതിലും കയറി തുള്ളിട്ട് വായിന്ന്. ഞാനാണെങ്കിൽ നമ്മളെ ഗ്രൂമിങ് സെക്ഷനിൽ രതീഷേട്ടനെ കണ്ട മുകേഷ് വായന്മാറിനെ പോലെ ഇങ്ങനെ അന്തിച്ചിട്ട് നിന്നു. രമേശേട്ടാ, വെല്ലിച്ചൻ എന്ത് പണിയെടുത്തു വരിക? എന്റെ നാഗർകോവിലമ്മേ എന്നും വിളിച്ചിട്ട് ഇവന്റെ വേക്കിൽ ഡ്യൂക്ക് വൈക്കിന് ഭ്രാന്ത് കിട്ടിയ പോലെ ഒറ്റത്തരം പാച്ചലി. ഞാനാ എന്റെ മധ്യപ്രദേശ് മാതാവേ എന്നും വിളിച്ചിട്ട് ഒരുമാതിരി പെരിച്ചായിക്ക് ഭ്രാന്ത് കിട്ടിയ പോലെ ഞാനും ഒരു വളവ് തിരിഞ്ഞിട്ടുണ്ട്. രമേശേട്ടാ, ഞാൻ അടുത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയോ? നമ്മൾ ഈ പട്ടി പിടുത്തക്കാരെ കണ്ട ലോക്കൽ പട്ടിയില്ലേ, നിന്ന് കഥക്കൂല, നാവെല്ലാം പുറത്തിട്ടിട്ട് അതുപോലെ വെല്ലിച്ച നിന്ന് കഥക്കുന്നുണ്ട്. ഇറമെന്ന് വെള്ളം ഊറ്റുന്ന പോലെ ഗ്രേവി എല്ലാം ഊറ്റിച്ചോട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ വെല്ലിച്ച? 20 വേക്കിൽ പായുന്ന ആ ബസ് മറിഞ്ഞു കൊന്നാ പോരെ? എന്നോട് പറഞ്ഞു, എടാ അന്തർ സംസ്ഥാന പരാജയമേ, ഞാൻ ഓനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാഞ്ഞല്ല. ഓൻ കയറിയ വീട് ഏതാണെന്ന് അവനോട് കൺഫേം ചെയ്യിക്കാൻ വേണ്ടി പാഞ്ഞാന്ന്, ചോദിച്ചറിയാൻ വേണ്ടി പാഞ്ഞാന്ന്. ഇനിയിപ്പോൾ നാളെ മറ്റന്ന് ഞാൻ വീട് മാറി കയറിയിട്ട് നാട്ടുകാർ എന്നെ പിടിച്ചിട്ട് എൻ്റെ നെഞ്ഞിൻ്റെ മുകളിൽ മെഗാ തിരുവാതിര നടത്തിയിട്ട് നെഞ്ഞിൻ്റെ ബാർക്കോഡ് അടിച്ച് കളയുമ്പോൾ നിന്റെ അച്ഛൻ കോക്കനട്ട് കേളു സമാധാനം പറയൂടാ, ഏഷ്യയിലെ വൻ പരാജയമേ എന്നാണ് രമേശേട്ടാ വെല്ലിച്ചൻ എന്നോട് ചോദിച്ചത്. അങ്ങനെ ഒരു ദിവസം ചാരായം കുടിച്ചിട്ട് ചാരമായ ചാരമ്മേരെ ആത്മാവിന കാഞ്ഞങ്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെളിച്ചനാക്കിയിട്ട് വരുന്നത്. അതായത് അതിനടുത്തിലെ പനലാക്കിയിട്ട് വരുമ്പോൾ നമ്മളെ ബസുമതി വിളവ് അറിയാം നിങ്ങൾക്ക് അറിയില്ലേ? ബസുമതിനി ഓളെ കാമുകനി നാട്ടുകാർ കൈയോടെ പൊക്കിയ വിളവ്. ആടെയുണ്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഒരു പെണ്ണ് നിൽക്കുന്നത്. അറിയാ നമ്മളെ കല്യാങ്കാട്ട് നീലിയുടെ ഒളിച്ചോടിപ്പോയ മാമന്റെ മോള് കല്യാങ്കാട്ട് ലൈറ്റ് റോസ്. വെല്ലിച്ചൻ ഇവളെ കണ്ടപ്പാട് വിചാരിച്ചു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന നേഴ്സ് എന്ന്. കാരണം ഓളെ കയ്യിലൊരു പേഴ്സും ഉണ്ട്. വെല്ലിച്ചനെ കണ്ടപ്പാട് ഇവിടെ അട്ടകസിച്ചുകൊണ്ട് ഒറ്റ ചോദ്യം, 100 ഉണ്ടോന്ന്. വെല്ലിച്ചൻ പറഞ്ഞു, ഇല്ല മോളെ, ചില്ലറയില്ല. 100 കിട്ടിയേ പറ്റൂന്ന് ലൈറ്റ് റോസും. നട്ടപ്പാതിലേക്ക് നിന്റെ അച്ഛൻ തുറന്നു വെച്ചിട്ടുണ്ട് ഇവിടെ പീടിയ ചില്ലറാക്കാൻ വേണ്ടിയിട്ട്. വെല്ലിച്ചൻ നല്ല ദേഷ്യം വന്നു രമേശേട്ടാ. വേഗം ഗോപാല കാട്ടുതീ ഭസ്മം കൊടുത്തു, നെഞ്ഞോട് ചേർത്തിട്ട് എൻ്റെ നാഗാലാൻഡ് മാതാവേ എന്നും പറഞ്ഞിട്ട് ഭസ്മം ഊതാൻ തുടക്കുന്ന സമയത്ത് കല്യാങ്കാട്ട് ലൈറ്റ് റോസ് ഭസ്മം റിട്ടേൺ ഊതി രമേശേട്ടാ. 2.5 കിലോ ഭസ്മം വെല്ലിച്ചൻ്റെ കണ്ണ് പോയിട്ട് വെല്ലിച്ചൻ്റെ കണ്ണിൻ്റെ സൈബർ സെൽ അടിച്ചു പോയി. നേരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ ഒരു 2-2.5 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്തു. തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങ പണിയെടുക്കുന്ന പോലെ എടുത്തിട്ടാണ് വെല്ലിച്ചൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഡിസ്പ്ലേ പോയ മൊബൈൽ പോലെയാണ് വെല്ലിച്ചൻ്റെ കണ്ണ്. വലിയ തെളിച്ചൊന്നുമില്ല. ഈ ഒരു സംഭവത്തോട് കൂടി എന്താ അറിയാമോ ചേട്ടാ? വെല്ലിച്ചൻ്റെ വില നാട്ടിൽ അങ്ങോട്ട് കുറഞ്ഞു. വെല്ലിച്ചനെ നാട്ടുകാർ ഊരും വിലക്കി. ഇപ്പൊ എന്താക്കുന്നറിയാം? വെല്ലിച്ചൻ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ കടല വെക്കുന്നു. നിങ്ങൾ ആരോട് പോയിട്ട് ചോദിച്ചാലും കാണിച്ചു തരും കടല വെക്കുന്ന മഹർഷീന. അതാണ് തലയോട്ടി ഗോപാലൻ, ദ വേൾഡ് ഡേഞ്ചർ ഓഫ് ദുർമന്ത്രവാദ. സുഖല്ലേ? വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ഫീഡ്ബാക്സ് നമ്മുടെ ചേട്ടന്മാരിൽ നിന്ന് അറിയാം. സലീമിക്ക, മോശമൊന്നും ആയില്ല, മോശമൊന്നും അല്ല. എങ്കിൽ നന്നായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് നന്നായില്ല താനും. അതിനിടയിൽ ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ദുർമന്ത്രവാദി ഇങ്ങനെ പോയി 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 ഒരു 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 മാല പോലെയൊക്കെ ഉള്ളൊരു ഒരു ഒരു സുഖക്കുറവ് തോന്നി. അത് എൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കുഴപ്പമാണെങ്കിൽ ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. അതായിരിക്കും ചിലപ്പോ, അല്ലേ? ശരി, അതായിരിക്കുമോ? ഇതിനി പ്രിന്റ് ചെയ്ത് തന്നാലും കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അതായത് മുകേഷേ, കുറച്ച് നിങ്ങൾക്കൊരു പിള്ളേരുടെ മനസ്സാ കുട്ടൂസിന്റെ ഗുഹ അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് ഒരു പ്രൈമറി വിഭാഗം
പിള്ളേരെ രസിപ്പിക്കാനുള്ള കുറേ ഐറ്റംസ് കയ്യിലുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ചെറിയ പ്രൈമറി വിഭാഗത്തിൽ നിൽക്കുകയാണ്. ചില തമാശകൾ നമ്മൾ കൺവിൻസ്ഡ് ആവണം. ഇതെല്ലാം നമ്മൾ ചിരിക്കാനൊക്കെ റെഡിയാ. പക്ഷെ നമുക്ക് നമ്മൾ വിശ്വസിക്കാൻ പാകത്തിന് ഇത് പറയണം. ഇതൊരു പോയിന്റ് കഴിഞ്ഞിട്ട് ഈ സൂര്യനെ കെടുത്തലും ചന്ദ്രനെ കെടുത്തലും വേറെ ഏതൊക്കെയോ ഏരിയയിൽ വളരെ കള്ളിയും കാട്ട് നീലിയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വഴിയിൽ വെച്ച് കണ്ടിട്ട് എന്നൊക്കെ പറയുന്ന ഫാന്റസിയൊക്കെ കയറിയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രദേശത്ത് കയറിയിട്ട് ഇത് അങ്ങ് പോയി ഭസ്മം കണ്ണിലേക്ക് വീണുപോയി. അങ്ങനെ എനിക്ക് കുറേ പ്രശ്നങ്ങൾ തോന്നി ഇതിനകത്ത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന റെലവൻ്റ് ആയ അപ് ടു ഡേറ്റ് ആയ പ്രദേശങ്ങളിൽ നിന്ന് തമാശ എടുത്താൽ വളരെ എളുപ്പമായിരിക്കും. അല്ലാത്തൊരിടത്തുനിന്ന് കൊണ്ടുവന്നാൽ അത് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് പറയാവുന്നതായിരിക്കണം. ചേട്ടന്മാരോട് ചോദിക്കാം. രമേശ് ചേട്ടാ 50-ൽ 41. 41 out of 50. സലിമേട്ട 42. അപ്പോ ടോട്ടൽ 83 ലഭിച്ചിരിക്കുന്നത്. 83 out of 100. ഒരു കാര്യം ചെയ്യുന്നു സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ രണ്ടാം സമ്മാനമായ 5 ലക്ഷം രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്ന ICICS കോളേജ് തൃശ്ശൂരിലെ പ്രിൻസിപ്പൽ നമുക്ക് വേണ്ടി 2 വരി ഗാനം ആലപിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിക്കും. അത് ഈ പ്രോഗ്രാമിന് വരും മുമ്പേ ചോദിച്ച് എന്നെ എന്തെങ്കിലും റോള് അവിടെ അവതരിപ്പിക്കുമോ ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ബോൾഡായിട്ട് വന്നത് ഇവിടെ. അല്ല, ഇത് വന്ന് ഏതാവത് ഒരു ഇളയരാജ സോങ്ങോടെ 2 വരി. പൂങ്കാറ്റിലെ ഉൻ ശ്വാസത്തെ തനിயாக தேடி பார்த்தேன், கடல் மேல் ஒரு துளி வீழ்ந்ததை அதை தேடி தேடி பார்த்தேன், உயிரின் துளி காயும் முன்னே ஜீவன் அது போயும் முன்னே ஓடோடி வா. ഇപ്പൊ പാടാൻ കാണിച്ച സ്പിരിറ്റ് നമ്മുടെ താങ്ക് യു വെരി മച്ച്. ഇവിടെ ആരും പാട്ട് ഓടിയത്? പാട്ടോടിയതില് അത് നമ്മുടെ നിർമ്മൽ സാർ ICICS കോളേജിന്റെ പ്രിൻസിപ്പലാണ്. അതിനൂടെ കയറി പാടി. ഞാൻ പാടുന്ന സ്ഥലമല്ലേ, സ്പോട്ടല്ലേ? ഒരാളെ ചോദിക്കുമ്പോൾ എന്നോട് ഒരു അനുവാദം ചോദിക്കണ്ടേ? അവര് ഇവിടെ 5 ലക്ഷം രൂപ സ്പോൺസർ ചെയ്ത കോളേജിന്റെ പ്രിൻസിപ്പലാണ്. നമ്മളൊരു രസത്തിന് വേണ്ടി പാടി എന്നുള്ളതേ ഉള്ളൂ. 5 ലക്ഷം സ്പോൺസർ, അതൊക്കെ സന്തോഷമുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് എൻ്റെ ഒരു അവസരം അങ്ങോട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഞാനല്ല ഒരു സ്ഥിരം പാടുന്ന ആള്. അല്ല, അത് ഒരു പാട്ട് പാടിയെന്നോർത്ത് എന്താ ഇത്ര കുഴപ്പം? എൻ്റെ ഒരു ദിവസം ഒരു സൗണ്ട് നടഞ്ഞതിന്റെ പേരിൽ ന്യൂട്രലിൽ കയറ്റാൻ നോക്കണേണ്. മനസ്സിലായില്ലേ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. അതെ സലിമേട്ട, അധികം ഗായകനല്ല, അധികം നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഒരു പാട്ട് പാടിയാണ്. ഞാൻ ഗായകനല്ലായിരുന്നു, ഞാനിവിടെ ഒന്ന് ഗായകനായി. അതുപോലെ കയറി ഗായകനാവും. പേടിയുണ്ടല്ലേ? അല്ല, തൊണ്ടൊക്കെ എന്താ പറ്റിയത്? ചേട്ടാ, അത് ഞാൻ പാട്ട് എഴുതാൻ ഒരു റൂം വേണമെന്ന് പറഞ്ഞു എനിക്ക്. റൂം എടുത്ത് തന്നല്ലോ. ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും നമ്മൾ റൂം എടുത്ത് കൊടുക്കുന്നില്ലേ? പുള്ളി എനിക്ക് AC റൂം എടുത്ത് തന്നെ. നല്ല കാര്യമല്ലേ അത്? അല്ല, ഞാൻ രാത്രി നേരത്തെ ഉറക്കത്തില് AC കൂടി വന്ന് എനിക്ക് കോൾഡ് പിടിച്ച് എന്റെ സൗണ്ട് അടഞ്ഞു. നേരം വിളിക്കുമ്പോ സൗണ്ട് ഇല്ല എനിക്ക്. ഈ പുള്ളിയാണ് കാരണക്കാരൻ. നല്ലൊരു റൂം വന്നായിരുന്നു. അത് മോശമല്ലേ? ആ, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ പറയുന്നൊന്നും. ഞാൻ പറഞ്ഞു വേണേ ഞാൻ കാണിച്ചാലോ, തെളിവ് ഞാൻ കാണിച്ചാലേ. ഇപ്പൊ കാണിച്ചാലോ. വിക്സ് കൊണ്ട് ആവി കൊണ്ടിട്ടും എൻ്റെ തൊണ്ടയിലെ സൗണ്ട് മാത്രം നഷ്ടപ്പെട്ടതെന്താണ്? ഓ, നഷ്ടപ്പെട്ടതെന്താണ്? ഉപ്പ് കൊണ്ടു ഗാർഗിൾ ചെയ്തിട്ടും എൻ്റെ തൊണ്ടയുടെ അടപ്പു മാത്രം തുറന്നിടാത്തതെന്താണ്? ഓ, തുറന്നിടാത്തതെന്താണ്? AC-യിൽ കിടക്കുമ്പോ സൂപ്പറെന്നോർത്തു ഞാൻ പുറത്തിറങ്ങാതെ അന്ന് അകത്തിരുന്നു. അന്നത്തെ രാത്രിയിൽ
തണുപ്പത്ത് ഒച്ചതൻ സെറ്റിങ്സോ നശിച്ചിരുന്നു. അങ്ങനെ എൻ സൗണ്ട് തകർന്നിരുന്നു. വിക്സ് കൊണ്ട് ആവി കൊണ്ടിട്ടും എൻ്റെ തൊണ്ടയിലെ സൗണ്ട് മാത്രം നഷ്ടപ്പെട്ടതെന്താണ്? ഓ നഷ്ടപ്പെട്ടതെന്താണ്? ഉപ്പുകൊണ്ടു ഗാർഗിൾ ചെയ്തിട്ടും എൻ്റെ തൊണ്ടയുടെ അടപ്പു മാത്രം തുറന്നിടാത്തതെന്താണ്? ഓ തുറന്നിടാത്തതെന്താണ്? ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ അനൂപ് രാഘവൻ 86 പോയിന്റ്സും മുകേഷ് OMR 83 പോയിന്റ്സുമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ എപ്പിസോഡിന്റെ ഭാഗമാകുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്പോൺസർ കൂടിയായ ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ നിർമ്മൽ രാജിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് സർ. ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിന്റെ ഡയറക്ടർ ഡോക്ടർ നിസാം റഹ്മാനാണ്. അപ്പം അദ്ദേഹത്തിന് ഇവിടെ വരേണ്ടിയിരുന്നതാണ്, പക്ഷേ എത്താൻ സാധിച്ചില്ല. ഞങ്ങളുടെ ഒരു സ്നേഹാദരം അദ്ദേഹത്തിന് നൽകണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് സർ ഒന്ന് റിസീവ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. യെസ് പ്ലീസ്. അപ്പോൾ അദ്ദേഹത്തിന് അത് കൈമാറുവാനായിട്ട് രമേശ് ചേട്ടനെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. രമേശ് ചേട്ടാ പ്ലീസ്. എപ്പിസോഡിന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കലാലയം ഇത്തരത്തിലുള്ള ഒരു സ്പോൺസർഷിപ്പുകളിലേക്കോ സമ്മാനങ്ങളിലേക്കോ വരുന്നത് അധികം നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ജീവിതത്തെ വളരെ സരസമാക്കുന്നതിന്, ലളിതമായി ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതിനെല്ലാം നർമ്മത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് അവരെ കൂടി മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി, പൊതുസമൂഹത്തെ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി ഈ സ്റ്റാൻഡപ്പ് കോമഡി കോമ്പറ്റീഷൻ്റെ 2ാം സ്ഥാനത്തിൻ്റെ 5 ലക്ഷം രൂപ സ്പോൺസർ ചെയ്യുന്ന ICCS കോളേജിനോടുള്ള ഫൺസുപോണടൈമിൻ്റെയും അമൃത TVയുടെയും ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ ഉപഹാരം. നമ്മുടെ പ്രൈസസ്, ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയാണ്. ഇത് നൽകുന്നത് പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽദോ വൈദ്യ സെന്റ് പോൾസ് ആയുർവേദ. അലർജിയും ആസ്മയും ഒരു മാറാരോഗമല്ല. സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശൂർ, 5 ലക്ഷം രൂപ. തേർഡ് പ്രൈസ് 3 ലക്ഷം രൂപയാണ്. ഇത് നൽകുന്നത് ചെയർമാൻ ചെയർസ്, സുന്ദരം സുദൃഢം സുഖകരം. And with this we are winding up this episode. അടുത്ത എപ്പിസോഡിലൂടെ കാണാം. Until then, bye bye.